കഴിഞ്ഞ കുറേ വർഷങ്ങളായി മലയാള കവിതയിൽ സ്വന്തമായി ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നടന്ന് അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഒരു കവിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്, ശ്രീ രാജൻ കൈലാസ്. ഞാൻ ആമോദി തന്നെ പറഞ്ഞു, കഴിഞ്ഞ കുറേ വർഷങ്ങളായി മലയാള കവിതയിൽ സ്വന്തമായിട്ടൊരു ഇടം ക്രിയേറ്റ് ചെയ്ത ഒരു വ്യക്തി. ഒരുപക്ഷെ എല്ലാവർക്കും അത് അവകാശപ്പെടാൻ പറ്റില്ല, ഒരു സ്വന്തമായിട്ടൊരിടം. താങ്കളുടെ ഒരു സ്പേസ്, താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത് സ്പേസിനെ കുറിച്ചിട്ട്? ചെറുതാണെങ്കിലും എൻ്റേതായ ഒരു സ്പേസ് ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പ്രധാനമായിട്ടും നമ്മുടെ നഷ്ടപ്പെട്ടു പോകുന്ന പരിസ്ഥിതിയെക്കുറിച്ച് വളരെയധികം വ്യാകുലപ്പെടുന്ന ആളാണ് ഞാൻ. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ വ്യക്തിത്വം, ഈ എല്ലാത്തരം പീഡനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്ന സാധാരണക്കാരൻ്റെ പക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ കവിത എഴുതുന്നത്. അപ്പോൾ ഈ നഷ്ടം സംഭവിക്കുന്നത് എപ്പോഴും നമ്മുടെ പ്രകൃതിക്കും സാധാരണക്കാരായ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിനുമാണ്. അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് എഴുതുന്നത് കൊണ്ടാണ് എൻ്റെ കവിതയ്ക്ക് അതിൻ്റെ ഒരു സ്പേസ് അവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ബുദ്ധി കൊണ്ടല്ല, ഹൃദയം കൊണ്ട് കവിത വായിക്കാനാണ് എനിക്കിഷ്ടമെന്ന് താങ്കളുടെ ഒരു അകങ്കാഴ്ചകൾ എന്ന പുസ്തകത്തിൻ്റെ ഒരു ആമുഖത്തിൽ വായിക്കുകയുണ്ടായി. ഹൃദയം കൊണ്ട് വായിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു അനുഭവത്തിൻ്റെ അല്ലെങ്കിൽ അത്ര ഒരു അനുകമ്പയൊക്കെ അതിലുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ പറ്റുള്ളൂ. കാരണം ഞാൻ എഴുതുന്നതൊക്കെ എൻ്റെ ഹൃദയത്തിൽ നിൽക്കാതെ വരുമ്പോഴാണ്, ഹൃദയത്തിൽ കൊള്ളാതെ വരുമ്പോഴാണ് ഞാൻ എഴുതുന്നത്. ഹൃദയമായിട്ട് ബന്ധമില്ലാത്ത ഒന്നും എൻ്റെ കവിതകൾ കാണാൻ പറ്റില്ല. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ വളരെ സ്വകാര്യമായ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ളത് എൻ്റെ കവിതയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് ഞാൻ. വളരെ സ്വകാര്യമായ കാര്യങ്ങൾ പോലും. അത് ഈ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെടുമ്പോഴും പരിസ്ഥിതി എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, എൻ്റെ തന്നെ ഭാഗമാണെന്ന് കരുതുന്നത് കൊണ്ടാണ് പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എൻ്റെ കവിതയിലേക്ക് വന്നുകൂടുന്നത്. അതും ഒരുപക്ഷെ എൻ്റെ വ്യക്തിപരമായ ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. വിശേഷം ഞാൻ ജീവിക്കുന്ന സ്ഥലം, എൻ്റെ സ്വന്തം സ്ഥലമായ വള്ളികുന്നം എന്ന് പറയുന്ന സ്ഥലം മണ്ണെടുപ്പിൻ്റെയും ചെളിയെടുപ്പിൻ്റെയും പരിസ്ഥിതി നാശത്തിൻ്റെയൊക്കെ ഒരു പ്രത്യക്ഷ ഉദാഹരണമായിട്ട് മുന്നിൽ നിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്ഥലത്തിൻ്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യഥയിലാണ് ഞാൻ എപ്പോഴും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ബുൾഡോസറുകളുടെ വഴി എന്നൊരു കവിത, അത് 1997 എഴുതിയതാണ്. പക്ഷേ അന്ന് എഴുതിയാൽ അല്ലെങ്കിൽ താങ്കളുടെ ഒരു ദീർഘവീക്ഷണം, അന്നുള്ള ആ കാഴ്ചപ്പാട്, ആ കവിത വായിക്കുമ്പോൾ തോന്നുന്നത് ഒരു ഗ്രാമത്തിൽ ബുൾഡോസർ വന്ന് ഒരു ഗ്രാമം ഒന്നാകെ, ഒരു മല ഒന്നാകെ കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണ്. അപ്പോഴും കുട്ടികൾ വളരെ ആഘോഷ തിമിർപ്പിലാണ്. അവർ ആ ബുൾഡോസറിനെ കാണുമ്പോൾ സൂപ്പർമാൻ എന്ന് പറഞ്ഞ് വളരെ ആർത്തുല്ലസിക്കുന്നുണ്ട്. അവർക്കറിയില്ല അവരുടെ നാടിന് ഉണ്ടാകുന്ന ഒരു വിപത്ത് അവരറിയുന്നില്ല. ഈ 97 എഴുതിയ കവിതയാണ്. എനിക്ക് തോന്നുന്നു അന്നത്തേക്കാൾ കൂടുതൽ ഇന്ന് ആ കവിതയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട്. ഈ ദീർഘവീക്ഷണം എങ്ങനെ സാധ്യമാകുന്നു? ഈ കവികളെല്ലാം തന്നെയും ഈ ദീർഘവീക്ഷണമുള്ളവരാണ്. ഋഷിയല്ലാത്തവൻ കവിയല്ല എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ പഴമക്കാർ. തീർച്ചയായിട്ടും ഈ ഒരു കവിക്ക് അത് പറ്റും. നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചിക്കുന്നവരാണ് കവി, മുൻപേ നടക്കുന്നവരാണ് എഴുത്തുകാരൻ എന്ന് പറയാറുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ നാടിങ്ങനെ നശിപ്പിക്കപ്പെടുമ്പോൾ ഭാവിയിൽ കുടിവെള്ളമില്ലാതാകുമെന്നും നമ്മുടെ മക്കൾക്ക്, നമ്മൾ ഈ മണ്ണെടുക്കുന്ന ഭൂമിയിൽ നമ്മുടെ മക്കൾക്ക് ജീവിക്കേണ്ടതാണെന്നുള്ള തോന്നലില്ല. അല്ല, പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുന്നത് പോലെ ഇന്ന് മണ്ണെടുത്ത് വിൽക്കുക എന്നുള്ള ഒറ്റ സ്വാർത്ഥതയുടെ പുറത്താണ് ഈ മണ്ണെടുത്ത് വിൽക്കുന്നത് അല്ലെങ്കിൽ ചെളിയെടുക്കുന്നത്. അപ്പം നാളെ നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കണം, ഈ ഭൂമി നമ്മളെ ഏൽപ്പിച്ച, നമ്മുടെ കാരണവന്മാർ നമ്മളെ ഏൽപ്പിച്ച പോലെ തന്നെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അത് തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു തോന്നൽ ഇന്നില്ല. എനിക്ക് എത്രമാത്രം എടുത്ത് തിന്നാമോ, ഞാൻ എത്രമാത്രം ഇത് നശിപ്പിക്കാമോ. ഇപ്പം കിഷോറിനറിയാമായിരിക്കും, അതായത് ഭൂമിയെ സ്വന്തം ജീവിതം കൊണ്ട് നശിപ്പിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. ഭൂമിയിലുള്ള വേറൊരു ജീവിയും സ്വന്തം ജീവിതം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്നില്ല. മനുഷ്യൻ മാത്രമാണ്, മനുഷ്യൻ എന്ന് പറയുന്ന ഒറ്റ ജീവി മാത്രമാണ് ജീവിതം കൊണ്ട് ഈ ഭൂമിയെ അല്ലെങ്കിൽ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ദീർഘവീക്ഷണമുള്ള ജീവിതത്തെ സ്നേഹിക്കുന്ന, ജീവനെ സ്നേഹിക്കുന്ന ഒരു കവിക്ക് ദുഃഖിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിൽ തന്നെയുള്ള വേറൊരു വാദമുണ്ടല്ലോ. ഇപ്പോൾ ഒരു വിഭാഗം പേര് അല്ലെങ്കിൽ നല്ലൊരു വിഭാഗം പേര് വികസനം എന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വാദങ്ങൾ ശരിക്കും വികസനത്തെ പിന്നോട്ട് വലിക്കുന്നു എന്ന് പറയുന്ന ഒരു ശരിക്കും ഒരു നിലനിൽക്കുന്നുണ്ട്. എന്ത് തോന്നുന്നു? ഒത്തിരി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണിത്. എന്താണ് വികസനം? 300 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു ഫാക്ടറി കൊണ്ട് 3000 പേർക്ക് ക്ഷയരോഗം സംഭവിക്കുമെങ്കിൽ അത് വികസനമാണോ? ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒറ്റ ഉദാഹരണം മതി. അപ്പം എന്താണ് വികസനം? കൂടുതൽ പേർക്ക് ഗുണം ചെയ്യുന്നതാവണം വികസനം. പൊതുവായ ജനത്തിന്റെ നന്മയായിരിക്കണം വികസനം, രാഷ്ട്രത്തിന്റെ നന്മയാവണം പ്രശ്നം. ഈ വികസനം എന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതൽ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതാണോ വികസനം?
നാളെ ഇതിനകത്ത് ജനം കടന്ന് കുടിവെള്ളമില്ലാതെ പൊരിഞ്ഞ് മരിക്കുന്നത് വികസനമാണോ? ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. വികസനം എപ്പോഴും വർത്തമാനകാലത്ത് മാത്രം നിൽക്കുന്നു അല്ലേ? അതെ അതെ, വികസനം നമുക്ക് ഈ അടുത്ത ഒരു 5 കൊല്ലം അല്ലെങ്കിൽ ഒരു 10 കൊല്ലത്തിൽ കൂടുതൽ നമ്മുടെ ഭരണാധികാരികൾ മുന്നിൽ കാണുന്നില്ല. ഒരു 25 കൊല്ലം കഴിഞ്ഞ് ഇവിടെ ജനങ്ങൾ എങ്ങനെ ജീവിക്കും, 50 കൊല്ലം കഴിഞ്ഞ് എൻ്റെ മക്കളും കൊച്ചുമക്കളും എങ്ങനെ ജീവിക്കും എന്ന് ചിന്തിക്കുന്നവന് മാത്രമേ ഒരു ഭരണാധികാരിയാകാൻ യോഗ്യതയുള്ളതെന്നാണ് എൻ്റെ പക്ഷം. നമ്മുടെ രാഷ്ട്രീയക്കാർക്കെല്ലാം 5 കൊല്ലം എങ്ങനെ ഭരിക്കാമെന്ന് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. ഒരു 50 കൊല്ലമെങ്കിലും മുൻകൂട്ടി കാണുക. വിശേഷിച്ച് വിദ്യാഭ്യാസം, പ്രകൃതി, വനം ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന നേതാക്കന്മാർ ദീർഘവീക്ഷണമില്ലാത്തവരാണെങ്കിൽ നമ്മുടെ സമൂഹമാകെ നശിച്ചു പോകും. നേരത്തെ ഒരു കവിയുടെ പക്ഷത്തെക്കുറിച്ച് പറഞ്ഞു. ശരിക്കും കവി താങ്കളുടെ തന്നെ ഏതോ ഒരു കവിതയിലോ മറ്റോ അല്ലെങ്കിൽ ആമുഖത്തിൽ വായിച്ചതുപോലെ വേട്ടയാടപ്പെടുന്നവന്റെ കൂടെയാണ് താങ്കൾ, അവരുടെ പക്ഷമാണ് താങ്കൾ, നിസ്വന്റെ പക്ഷത്താണ് താങ്കൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അതിന്റെ ചില അനുഭവങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ ആര് ഭരിച്ചാലും ഭരണകൂടം പലപ്പോഴും സാധാരണക്കാരന് എതിരാവുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ആര് ഭരിച്ചാലും, അതായത് ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരും ഭരിച്ചാലും സോഷ്യലിസ്റ്റുകാരും ഭരിച്ചാലും ഒരു രാജാവ് ഭരിച്ചാലും ഒക്കെ ഈ ഭരണത്തിന്റെ പീഡനങ്ങളെ എപ്പോഴും ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഏറ്റവും താഴെ കിടക്കുന്നവനാണ്. നമ്മൾ പറയുമല്ലോ, 18 പടിയുണ്ടെങ്കിൽ താഴത്തെ പടിക്ക് എല്ലാ ചവിട്ടും കൊള്ളും, മോളത്തെ പടിക്ക് മേളി വരെ കയറുന്നവന്റെ ചവിട്ടേ കൊള്ളത്തുള്ളൂ എന്ന് പറയുമല്ലോ. ഇപ്പോൾ ഒരു ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഭരണത്തിന് ഉണ്ടാകുന്ന ക്രൂരതകൾ, അടിച്ചമർത്തലുകൾ ഒക്കെ കുറെ എല്ലായിടത്തും ഉണ്ടാകും. അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്ന സമൂഹത്തിൽ താഴെ കിടക്കുന്ന സ്ത്രീകള്, കുട്ടികള്, നിസ്വര് ഇവരൊക്കെയാണ്. ശരിക്കും ഹൃദയാലുമായ ഒരാളാണ് കവിയാകുന്നതെന്നാണ് എൻ്റെ പക്ഷം. അയാൾക്കൊരു എപ്പോഴും ആ പീഡിപ്പിക്കപ്പെടുന്നവന്റെ പക്ഷത്ത് നിൽക്കാനേ തരമുള്ളൂ. അത് അങ്ങനെ ആവുകയും വേണം. കാരണം സത്യം തുറന്ന് പറയുന്നവനായിരിക്കണം കവി. ആര് ഭരിച്ചാലും പിന്നെ സത്യത്തിന്റെ കൂടെ നിൽക്കുകയും സത്യം തുറന്ന് പറയാൻ ചങ്കൂറ്റം കാണിക്കുന്നവനും ആകണം എഴുത്തുകാരൻ എന്ന പക്ഷക്കാരനാണ് ഞാൻ. അതിനോടനുബന്ധമായി ചോദിക്കട്ടെ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കവികൾ ഉണ്ടായി വരുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിലാണ്. ഒട്ടേറെ കവികൾ, എവിടെ തിരിഞ്ഞു നോക്കിയാലും കവികൾ എന്ന് തന്നെ പറയാം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വരുന്നത്? പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ കൂടുതലും. പക്ഷെ അതിൻ്റെതായ ചില പോസിറ്റീവായിട്ടും കാണാം, എന്നാൽ അത് കൂടുതലും ചില അപകടങ്ങളിലേക്കല്ലേ നയിക്കുന്നത്? രണ്ടുമുണ്ട്. അതായത് ഒറ്റ നോട്ടത്തിൽ പറയുമ്പോൾ ഒരു ഭാഷയിൽ കൂടുതൽ പേര് വായിക്കുകയും കൂടുതൽ പേര് കവിത എഴുതുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണ്. നമ്മുടെ ഭാഷയുടെ വളർച്ചയാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ വളർച്ചയാണ്. ഇപ്പോൾ ഒരു കവിത എഴുതുന്ന ഒരാളുടെ ഒരു മാനസികമായ സംസ്കാരം ഉയർന്നതായിരിക്കും തീർച്ചയായിട്ടും. കവിത വായിക്കുക, കവിത എഴുതുക എന്ന് പറയുന്നത് ഇപ്പോൾ സാഹിത്യത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു രൂപമായിട്ടാണ് കവിതയെ കാണുന്നത്. ആ കവിത എഴുതുക എന്ന് പറയുന്നത്, അത് വായിക്കുക എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു ഉന്നതമായ തലത്തെ പ്രദാനം ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും കൂടുതൽ കവിതകൾ ഉണ്ടാകുന്ന നല്ല കാര്യമാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് മറുവശം കൂടിയുണ്ട്. ഇവിടെ 70കളിൽ കവിതയിലൊരു വലിയ മാറ്റം സംഭവിച്ചു. കാരണം കവിതയിൽ അയ്യപ്പണിക്കർ സാറ്, എം ഗോവിന്ദൻ, കടമ്പനിട്ട, ഡി വിനയേന്ദ്രൻ, കെ ജി ശങ്കരപ്പിള്ള സാറ്, സച്ചിദാനന്ദൻ ഇവരെല്ലാം കൂടെ കയറി കവിതയിൽ ഒരു വലിയ ഇളക്കം സൃഷ്ടിക്കുമായിരുന്നു. അത് അന്ന് വരെയുള്ള ചിട്ടവട്ടങ്ങളെയൊക്കെ ഭേദിച്ചുകൊണ്ട് പുതിയ കവിതയിലേക്ക് മലയാളം കടന്നു വരികയായിരുന്നു. അന്ന് ഞെട്ടലോടുകൂടിയാണ് എല്ലാവരും കണ്ടത്. വൃത്തം വേണ്ട, താളം വേണ്ട, കവിത എങ്ങനെ എഴുതാം, അതൊക്കെ അതിന്റെ അവസാന കാലം വരെയും ഓരോരോ പരീക്ഷണം നടത്തിയ ആളാണ് അയ്യപ്പണിക്കർ സാറ്. ഏറ്റവും 70ാമത്തെ വയസ്സിലും 17കാരന്റെ ഭാഷയിൽ കവിത എഴുതിയ ഞാൻ ഗുരുനാഥനെ പോലെ തന്നെ ആദരിക്കുന്ന ആളാണ് അയ്യപ്പണിക്കർ സാറ്. അപ്പം സാറിന് ഞാൻ ഉദാഹരണം എടുത്തത് ഈ ആധുനിക കവിതയുടെ ഏറ്റവും വലിയ പ്രയോക്താവായിരുന്നു അയ്യപ്പണിക്കർ സാറ്. അപ്പോൾ ഇവരെല്ലാം കൂടി ഉണ്ടാക്കി വെച്ച ഒരു കാവ്യ സംസ്കാരമുണ്ട്. അതായത് കവിതയ്ക്ക് വൃത്തം വേണ്ട, താളം വേണ്ട, വേണമെങ്കിൽ മതി. അപ്പം ഇത് ഒരു തരത്തിൽ ഇന്നൊരു വലിയ അപകടം സൃഷ്ടിച്ചിരിക്കുക. കാരണം പുതിയ കവികൾക്ക് വൃത്തവും താളവും എന്താണെന്ന് മനസ്സിലാക്കുക പോലും ചെയ്യാതെ കണ്ട് അവർക്ക് ഏത് വിധത്തിൽ എന്തെങ്കിലും എങ്ങനെയും എഴുതാം, ഇതൊക്കെ കവിതയാകും എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി വെക്കുകയും കവിത എഴുത്ത് വളരെ നിസ്സാരമായ ഒരു കാര്യമായിട്ട് നിസ്സാരവൽക്കരിച്ച് കാണുകയും ചെയ്യുന്നതുകൊണ്ട് ആണ് ഈ കവികളുടെ എണ്ണം കൂടുന്നത്. ഇവരൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് കവിത എഴുതുന്നത്. പ്രശസ്തനാവുക എന്ന ലക്ഷ്യം മാത്രമാണല്ലോ അതിന്റെ പിന്നിൽ. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ പുസ്തകം ഇറക്കുന്നത് 40 വയസ്സിന് ശേഷമാണ്. ഇന്നത്തെ പിള്ളേർ 20 വയസ്സാകുമ്പോൾ തന്നെ അവനൊരു 10 കവിത എഴുതുക, പെട്ടെന്ന് അതെല്ലാം കൂടെ ഒരു കുത്തിക്കെട്ടി പുസ്തകമാക്കുക എന്നുള്ളതാണ് അവന്റെ ആദ്യത്തെ ലക്ഷ്യം. ഒരു നല്ല പ്രസിദ്ധീകരണത്തിൽ അച്ചടിച്ച് വരുന്നതിന് മുമ്പ് തന്നെ പുസ്തകം ഇറങ്ങിക്കഴിയും പലരുടെയും. കാരണം ഇന്ന് പുസ്തക നിർമ്മിതി വളരെ എളുപ്പമാണ്. ഒരു DTP സെന്റർ ഉണ്ടെങ്കിൽ ഒരു പുസ്തകം ഇറക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ സിറ്റികളിലൊക്കെ നമ്മൾ DTP സെന്റർ ഇങ്ങനെ എല്ലായിടത്തും കാണാം. അങ്ങോട്ട് കവിത കൊടുക്കുക, പുസ്തകമാക്കുക, അയാൾ തന്നെ പുസ്തകം അടിച്ച് കൈ കൊടുക്കും. എന്റെ വിൽപ്പന ആരെയോ വായിക്കുന്ന ആരെയും ഒന്നും ചിന്തിക്കുന്നേ ഇല്ല അവരൊന്നും. അപ്പൊ ഇങ്ങനൊരു ഈ കവിത എഴുത്ത് വളരെ നിസ്സാരമായ വളരെ എളുപ്പമായ ഒരു കാര്യമാണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് ഇത്രയധികം കവികൾ ഇങ്ങനെ വരുന്നത്. എന്തുകൊണ്ട് ഇതുപോലെ കഥാകൃത്തുകൾ ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് ലേഖനങ്ങൾ എഴുതുന്നവർ ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് പഠനങ്ങൾ ഉണ്ടാകുന്നില്ല? കവിത എഴുത്ത് നിസ്സാരമായിട്ട് കാണുന്നു. ഇത് ഈ പുതിയ ചെറുപ്പക്കാരെ മാത്രമല്ല ബാധിച്ചിരിക്കുന്നത് ഈ വിഷയം.
ഇവിടുത്തെ പ്രശസ്തരായ പലരും കവിത എഴുത്ത് വളരെ നിസ്സാരമായിട്ട് കാണുന്നുണ്ട്. ഉദാഹരണത്തിന് പിന്നെ പോലീസ് ഓഫീസർമാർ, പ്രശസ്തരായ നോവലിസ്റ്റുകൾ, മന്ത്രിമാർ, MLA മാർ, MP മാർ, ഇവരൊക്കെ വളരെ എളുപ്പമുള്ള പണിയാണ് കവിത എഴുത്ത് എന്ന് കണ്ടിട്ട് കവിത എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം വളരെ വളരെ നമ്മളെ അവരുടെ മോശം കവിതകളും വളരെ പ്രാധാന്യം കൊടുത്ത് അച്ചടിച്ച് വരുന്നതുകൊണ്ട്. അപ്പോൾ ഒന്ന് ചോദിക്കട്ടെ, ശരിക്കും കവിതയെ നമുക്ക് ഈ സംഗീതാത്മകമായ ചിന്തയാണ് കവിത എന്നൊരു വ്യാഖ്യാനമുണ്ട്. അപ്പോൾ ഈ കവിതകൾ നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റി? അവരെഴുതുന്ന അതിന് സംഗീതമില്ലേ ചിന്തകളിൽ? തീർച്ചയായിട്ടും പിന്നെ ഒരു ആന്തരികമായ സംഗീതമുണ്ട് അതിന്, അല്ലെങ്കിൽ കവിതയാവില്ല അത്. പക്ഷെ നമ്മൾ ഈ സംഗീതം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന പാട്ട് കവിതയിൽ നിർബന്ധമല്ല. കാരണം ആന്തരികമായ സംഗീതം മതി കവിതയ്ക്ക്. അതുകൊണ്ട് തന്നെയാണ് ഗദ്യത്തിൽ എഴുതുന്നതൊക്കെ കവിതയാകുന്നത്. ഗദ്യത്തിലും കവിത എഴുതിയാൽ ഒരു പക്ഷേ ഒരു പാട്ട് പോലെ താളം കൊടുത്ത് എഴുതുന്ന ഒരു കവിതയേക്കാൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും പലപ്പോഴും ഗദ്യത്തിൽ എഴുതിയൊരു നല്ല കവിത. അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മിച്ചത്, തീയിൽ ചാടി മരിച്ചാലും ഇരുളിൽ ജീവിക്കാൻ വയ്യാത്ത ഈയലുകൾ എന്ന ഗദ്യരീതിയിൽ കവിത എഴുതിയ തേവാടി ടി കെ നാരായണക്കുറുപ്പ് അവർ താങ്കളുടെ ഭാര്യ പിതാവാണ്. ഒപ്പം താങ്കൾ തന്നെ ടി കെ നാരായണക്കുറുപ്പ് ഫൗണ്ടേഷന്റെ സെക്രട്ടറിയുമാണ്. അപ്പം അദ്ദേഹം താങ്കളിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? ഞാനിവിടെ പറയണം എന്നുദ്ദേശിച്ചൊരു വിഷയമല്ല, എങ്കിലും ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. കാരണം ഞാൻ വിവാഹം കഴിച്ച് കഴിഞ്ഞാണ് ശരിക്കും ഈ ടി കെ നാരായണക്കുറുപ്പ് ആരാണെന്ന് മനസ്സിലാക്കുന്നത്. അതുവരെ ഞാൻ അദ്ദേഹത്തെ വായിച്ചിട്ടില്ല. ഞാൻ സാഹിത്യം ഒരു വിഷയമായിട്ട് എടുത്ത് പഠിക്കാത്ത ആളായതുകൊണ്ട് ഈ അദ്ദേഹത്തിന്റെ പുസ്തകത്തെക്കുറിച്ച് ഞാൻ അതുവരെ പഠിച്ചിട്ടുമില്ല. പക്ഷേ ഈ അദ്ദേഹത്തിന്റെ 1935 പ്രസിദ്ധീകരിച്ച ആത്മഗീതം എന്ന ഗദ്യ കവിതാ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോവാനുണ്ടായത്. അതായത് ഇത്രയും മനോഹരമായ സാന്ദ്രമായ ഗദ്യത്തിൽ 70 വർഷങ്ങൾക്ക് മുമ്പ്, 70-80 വർഷങ്ങൾക്ക് മുൻപ് എഴുതുക എന്ന് പറഞ്ഞാൽ അത്ഭുതമായിരുന്നു. അന്ന് ഇത് കവിതയാണെന്ന് പോലും അംഗീകരിക്കാത്ത ആൾക്കാരുണ്ടായിരുന്നു. അന്ന് അവർ ഇതിനൊരു അവതാരി എഴുതി കൊടുക്കാൻ പോലും ആൾക്കാർ മടിച്ചു. എന്നിട്ട് അന്നത്തെ പി ദാമോദരൻ പിള്ള BA എന്ന അദൃശ്യനായ അന്നത്തെ യുവ നിരൂപകനാണ് അതിന് മനോഹരമായ ഒരു അവതാരം എഴുതി കൊടുത്തത്. മലയാളത്തിൽ ആദ്യമായിട്ട് ഗദ്യത്തിൽ കവിത എഴുതിയ ആള് എന്ന പേര് തീർച്ചയായിട്ടും തേവാടിക്ക് അവകാശപ്പെട്ടതാണ്. 1935 ശ്രീരാമവിലാസം പ്രസിൽ അച്ചടിച്ചിറക്കിയ ആ പുസ്തകം അതിന് സാക്ഷിയാണ്. പക്ഷേ സാഹിത്യ ചരിത്രത്തിൽ പലപ്പോഴും ഘോഷിക്കപ്പെടുന്ന പേരുകളും മറ്റു പലരുടേതുമാണ്. ഈ ഒരു മലയാള കവിതയിലെ ഈ ഒരു സാന്നിധ്യം, ഈ ആത്മഗീതം എന്ന പുസ്തകത്തിന്റെ ഒരു സാന്നിധ്യം ഒരു നാഴികക്കല്ലായിരുന്നു. അതുകൊണ്ട് ആ പ്രാധാന്യം മുൻനിർത്തിയാണ് ഒരു പക്ഷേ ആ പുസ്തകം MG യൂണിവേഴ്സിറ്റി സിലബസിൽ ഉൾപ്പെടുത്തിയിട്ട് പിള്ളേരെ കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. ആ പുസ്തകം ആത്മഗീതം ഇപ്പോൾ തേവാടി ഫൗണ്ടേഷൻ ആ പുസ്തകത്തിന്റെ തേർഡ് എഡിഷൻ ഞങ്ങൾ സ്വന്തമായിട്ട് ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ഔട്ട് ഓഫ് പ്രിന്റ് ആയിരുന്നു ആ പുസ്തകം. അപ്പോൾ അത് വളരെ സ്വാഗതം ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ ഗദ്യ കവിത എന്താണെന്ന് ഇന്ന് ഗദ്യത്തിൽ എഴുതുന്ന ചെറുപ്പക്കാർ മനസ്സിലാക്കാൻ നിശ്ചയമായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ആത്മഗീതം എന്ന് ഞാൻ പറയും. കാരണം അതിനകത്തെ ഓരോ മുക്തകങ്ങളും ഓരോ കവിതകളും എത്രമാത്രം ഡെപ്തിൽ ഗദ്യത്തിൽ കവിത എഴുതാം. നമുക്ക് അതിന്റെ ഒരു സംഗീതം പ്രശ്നമല്ല, അത് വായിച്ചു നോക്കുമ്പോൾ ആഴ്ന്നിറങ്ങുന്ന ഗദ്യം, അതാണ് ശരിയായ കവിത എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ ആ പുസ്തകം ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞു ആത്മാംശമുള്ള കവിതകളാണ് ഞാൻ കൂടുതൽ എഴുതുന്നതെന്ന്. അത് താങ്കളുടെ കവിതയിലൂടെ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും മനസ്സിലാകുന്നതാണ്. പക്ഷെ അത് തന്നെ ഒരു വെല്ലുവിളി ഉണ്ടല്ലോ. കാര്യം ആത്മാംശമുള്ള കവിതകൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ ആത്മാംശമുള്ള എന്ത് പ്രസിദ്ധീകരിച്ചാലും സ്വാഭാവികമായിട്ടും കുറെ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. അപ്പം ഇത് നേരിടണമെങ്കിൽ അങ്ങേയറ്റത്തെ ചങ്കൂറ്റവും വേണം. അത്രമാത്രം ചങ്കൂറ്റം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മൾ ഈ ആത്മാംശം എന്ന് പറഞ്ഞ് എഴുതുമ്പോഴും അത് ഈ വായനക്കാരന്റെ ഹൃദയത്തിൽ എവിടെയെങ്കിലുമൊക്കെ തട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അത് അവൻ ആസ്വദിക്കില്ല. ഇപ്പം തന്നെ പ്രണയത്തെക്കുറിച്ചുള്ള വളരെ സ്വകാര്യമായ കാര്യങ്ങൾ കവിതയിൽ വന്നിട്ടുണ്ട്. അത് സത്യമായിട്ട് പറയണം, അല്ലെങ്കിൽ ആ എഴുത്തുകാരനായിട്ട് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. പ്രണയം, മരണം, രോഗം, ഇതൊക്കെ എൻ്റെ കവിതകളിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം അച്ഛൻ ആശുപത്രി കിടക്കുമ്പോൾ എഴുതിയൊരു കവിതയുണ്ട്, അമ്മയുടെ അസുഖം വന്നപ്പോൾ എഴുതിയൊരു കവിതയുണ്ട്. ഇതൊക്കെ ഒരു സമൂഹത്തിൻ്റെതായി മാറുന്നത് വായിക്കുന്നവൻ്റെ അച്ഛനും അമ്മയും അതിനകത്ത് കാണപ്പെടുമ്പോഴാണ്. പ്രണയിക്കാത്ത ആരും ലോകത്ത് കാണില്ല. അപ്പോൾ ഒരു പ്രണയം ഒരു വിഷയമാകുമ്പോൾ വായിക്കുന്നവൻ്റെ പ്രണയമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്തുമ്പോഴാണ് ഈ കവിത അവൻ്റെതായി മാറുന്നത്. അതൊരു വലിയ വെല്ലുവിളിയൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം മിക്ക കവിതകളും ആത്മനിഷ്ഠമാണ്. കുറേയൊക്കെ അത് സമൂഹത്തിലേക്ക് വളർന്ന് ചെല്ലുകയാണ് ചെയ്യുന്നത്, സ്വന്തം അനുഭവത്തെ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കവികൾ പൊതുവെ ദോഷൈക ദൃക്കുകളാണോ? ഒരിക്കലും അല്ല. ഒരു കവിയും അങ്ങനെ അല്ലെന്നാണ് എൻ്റെ പക്ഷം. കാരണം അങ്ങനെ നന്മ കാണുന്നവരാണ്, നന്മ മാത്രം കാണുന്നവരാണ്.
പക്ഷേ അവർ ദോഷത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കും. ഇപ്പം ONV സാറ് തന്നെ ഭൂമിക്കൊരു ചരമഗീതം എഴുതി. അതൊരിക്കലും നമുക്കൊരു നെഗറ്റീവാണെന്ന് പറയാൻ പറ്റില്ല. ഭൂമി മരിക്കാൻ വേണ്ടിയല്ല, മരിക്കണമെന്ന് ആഗ്രഹിച്ചല്ല അദ്ദേഹം അത് എഴുതിയത്. ഭൂമി നാളെ മരിക്കും, അന്ന് ഇങ്ങനെ ഒരു പാട്ട് പാടേണ്ടി വരും, അതുകൊണ്ട് മരിക്കാതിരിക്കാൻ വേണ്ട മുൻകരുതൽ എടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ ചരമഗീതം എഴുതി നമ്മളെ ഞെട്ടിപ്പിച്ചു കളഞ്ഞത്. ശരിയാണ്. എല്ലാ കവികളും ചെയ്യുന്നത് തന്നെയാണ്, ഞെട്ടിപ്പിക്കുകയാണ്. നാളെ ഇത് സംഭവിക്കുന്നുള്ള വാണിംഗ് ആണിത്. അത് നെഗറ്റീവല്ല, പോസിറ്റീവാണിത്. മുന്നറിയിപ്പുകൾ കൊടുക്കാൻ കവികൾക്ക് മാത്രമേ സാധിക്കൂ. കവികൾ ക്രാന്തദർശികളായ ആൾക്കാർക്ക്, അതിപ്പം കവി മാത്രമാണെന്നില്ല, ഫിലോസഫേഴ്സ് ഉണ്ടാകാം, മറ്റ് കവികളല്ലാത്ത മറ്റെഴുത്ത് നോവലിസ്റ്റുകൾ, നോവലിലൂടെ ഒക്കെ ഒരുപാട് വരുന്നുണ്ടല്ലോ. ഇപ്പം തന്നെ അത്തരം പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ എടുത്ത് ഒരുപാട് നോവലുകളൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ ഈ കാലത്ത്. പരിസ്ഥിതി പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾ ഒന്നാം പാഠം എന്ന കവിതയിൽ മൂന്നാറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ചായ കൂടി ഞാൻ നിർത്തിയെന്ന്, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഞാൻ ശരിക്കും ചായ കൂടി നിർത്തിയ ഒരാൾ തന്നെയാണ്. പിന്നെ വല്ലപ്പോഴും വല്ല പരിപാടിക്ക് ചെല്ലുമ്പോഴും ചില മറ്റു ചിലർക്ക് അസൗകര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് കരുതി ചായ കുടിക്കുന്നെങ്കിലേ ഉള്ളൂ. ശരിക്കും ഈ ചായ കൂടി നിർത്തിയത് എൻ്റെ ആരോഗ്യ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും മൂന്നാറിൽ ചെന്നപ്പോൾ എനിക്കൊരു വലിയ ഒരു ഉൾക്കാഴ്ച പോലെ എനിക്ക് തോന്നി. കാരണം മൂന്നാറിൽ 3 ആറ് പോയിട്ട് 1 ആറ് പോലും ഇല്ലാതായിരിക്കുന്നു. 6 എവിടെ എന്ന ചോദ്യത്തിന് സുഹൃത്തിന്റെ പരിഹാസം 5-നും 7-നും ഇടയിൽ. മൂന്നാറിൽ 6 ഇല്ലെന്ന്. അവിടെ ഈ തേയിലത്തോട്ടങ്ങളിൽ പിന്നെ മോട്ടോർ വെച്ച് വെള്ളമടിക്കാൻ നമുക്ക് കാണാം. മനസ്സിലായോ? ഈ അവിടുത്തെ വനങ്ങൾ മൊത്തം നശിപ്പിച്ചായിരിക്കണമല്ലോ തീർച്ചയായിട്ടും അവിടെ തേയിലത്തോട്ടങ്ങൾ ഉണ്ടായത്. താങ്കൾ തന്നെ പറയുന്നത് പോലെ സഹ്യന്റെ ചോരയാണല്ലേ? സഹ്യന്റെ ചോരയായിട്ടാണ് ആ തേയിലവെള്ളം നമുക്ക് തോന്നുന്നത്. കാരണം സഹ്യനെ മുട്ടയടിച്ച് അവിടെ ഈ തേയിലത്തോട്ടങ്ങൾ നട്ടു വളർത്തി ചായ കുടിച്ച് ശീലമില്ലായിരുന്നു നമ്മളെ ചായ കുടിക്ക് അടിമകളാക്കി. എൻ്റെ കുട്ടിക്കാലത്തൊന്നും വീട്ടിൽ ചായ ഇടില്ല. അപ്പോൾ ചായ കുടിക്കണമെങ്കിൽ ചായക്കടയിൽ പോകണം. ഇപ്പം നമ്മുടെ വീടുകൾ മൊത്തം ചായക്കടകളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആരും എന്തായാലും നമ്മൾ ചായ കൊടുക്കുന്നത്. പണ്ട് നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് ചായയല്ല കൊടുക്കുന്നത്, സംഭാരം കൊടുക്കും, കഞ്ഞിവെള്ളം കൊടുക്കും, അത്യാവശ്യം കരിക്കുംവെള്ളം കൊടുക്കും. ഇന്ന് നമ്മൾ വരുന്നവർക്കൊക്കെ ചായ അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പോൾ ചായയുടെ ഒരു വലിയ മാർക്കറ്റിംഗ് സായിപ്പ് നേരത്തെ തന്നെ മുന്നിൽ കണ്ടിരുന്നു. എഴുതിയതിൽ ചൊല്ലാൻ ഇഷ്ടമുള്ള കവിത ഒരുപാടുണ്ടാവും, എങ്കിലും ഞാൻ ചൊല്ലലൊരു വലിയ വിദഗ്ധനൊന്നുമല്ല, എങ്കിലും കവിതകൾ ചൊല്ലാറുണ്ട്, വേദികളിലൊക്കെ ചൊല്ലാറുണ്ട്. ഇവിടെ പെട്ടെന്ന് സംവദിക്കുന്ന ഒരു കവിത ഞാൻ ചൊല്ലാം. നമ്മുടെ ജീവിതം, നമ്മളെല്ലാവരും എല്ലാ രംഗങ്ങളിലും എളുപ്പം നോക്കുന്നവരാണ്. എല്ലാത്തിനും എളുപ്പം, പെട്ടെന്ന് കാര്യം സാധിക്കണം. ഇങ്ങനെ വന്ന് നമ്മളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ എളുപ്പം നോക്കി നമ്മുടെ ജീവിതം തന്നെ ഒരു എളുപ്പ സാധനം, ഒരു വലിച്ചെറിയൽ സംസ്കാരത്തിൽ എളുപ്പമുള്ള